ഇന്ന് നമുക്കൊരു അടിപൊളി ഐറ്റം ആയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ വെച്ചിട്ടുള്ളൊരു കറിയാണ് ഇത്. മാങ്ങ പുളിശ്ശേരിയോ മാങ്ങ പച്ചടിയോ അങ്ങനെയൊന്നുമല്ല, അതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. എന്നാൽ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിനേക്കാളും ടേസ്റ്റാണ്. അപ്പം അത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെടും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടന്നാലോ. അതിന് വേണ്ടി നമ്മൾ കുറച്ച് പഴുത്ത മാങ്ങ എടുക്കുക. നാടൻ മാങ്ങ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഇത് നാടൻ മാങ്ങയല്ല. എന്നിട്ട് നമ്മൾ ആദ്യം മാങ്ങ 3 മാങ്ങ എടുത്തു. പിന്നെ നമ്മൾ ആ തൊലി കളയരുത്. ആ തൊലി നമ്മളൊന്ന് പിഴിഞ്ഞ്, ആൾറെഡി നമ്മൾ മാങ്ങ വാഷ് ചെയ്ത് എടുത്ത് മാങ്ങ ആയിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ ആ തൊലി നമ്മൾ പിഴിഞ്ഞെടുത്ത് ആ വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പുളിവെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ പുളിക്ക് ഒഴിക്കുക. പിന്നെ ആണെങ്കിൽ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഈ ഓൾറെഡി മാങ്ങയുടെ മധുരം ഉണ്ട്, അത് കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ശർക്കര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ അത് കുക്കാവുന്ന സമയത്തേക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്ന്, ജീരകം, ഉലുവ, കടുക്, അതുപോലെ തന്നെ വറ്റൽമുളക്, പിന്നെ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇടുക. ഇത് നമ്മളുടെ തീയൽ പോലെ അത്രയും ഫ്രൈ ആവേണ്ട തേങ്ങ. ഇതിൻ്റെ ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നിടം വരെ നിങ്ങളതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് വേണ്ട, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതിയാകും. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. പിന്നെ മല്ലിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അതിന് ആദ്യം ഈ വറ്റൽമുളകൊക്കെ ഇടുമ്പോൾ മല്ലിയായിട്ടിടുക. എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടിയായിട്ട് ചേർത്തത്. വറ്റൽമുളക് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് അതിൻ്റെ പകരം മുളക് പൊടി ചേർത്തിരുന്നാലും മതിയാകും. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ നേരത്തെ ചേർത്തിരുന്ന നമ്മൾ കുക്കാക്കി വെച്ചിരുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. പിന്നെ നമ്മൾ പുളിയൊക്കെ ചേർത്തതുകൊണ്ട് നല്ല പുളിയും മധുരം ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഞാൻ അതിലേക്ക് കടുവും കൂടി താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ മാമ്പഴ പുളിശ്ശേരിയൊക്കെ അല്ലേ വെക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ആൾക്ക് കൊടുത്തു. ആദ്യം കഴിച്ചപ്പോൾ നല്ല സൂപ്പറാന്ന് പറഞ്ഞു, രണ്ടാമത് കൊടുത്തപ്പോൾ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളി ഐറ്റമാണ്. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്